ക്രിസ്മസിൽ നിന്നും ക്രിസ്തുവിലേക്ക്. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ആരുടെയൊക്കെയോ ജീവിതത്തിൽ രക്ഷയുടെ അനുഭവമായി തീരുവാൻ ഈ ക്രിസ്മസ് നാം ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. അനേകരുടെ ഹൃദയത്തിലേക്ക് നന്മയുടെ സുവിശേഷം പകരുവാൻ, നമ്മുടെ ജീവിതത്തിനെ മാറ്റുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അവിടെ നാം ക്രിസ്തുവായി അവതരിക്കുന്നു. കാരണം ഈ ലോകത്തിൽ ക്രിസ്തുവിന് സഞ്ചരിക്കുവാൻ നമ്മുടേതല്ലാത്ത പാദങ്ങളില്ല. നന്മ ചെയ്യുവാൻ നമ്മുടേതല്ലാതെ അവിടുത്തേക്ക് കരങ്ങളില്ല. ഈ ലോകത്തെ അത്ര അധികമായി സ്നേഹിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടുത്തേക്ക് ഹൃദയമില്ല. ജനങ്ങളെ കരുണാപൂർവ്വം കടാക്ഷിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടുത്തേക്ക് കണ്ണുകളില്ല. ക്രിസ്തു ജനിച്ച മഹത്വത്തിന്റെ പുൽക്കൂട് പോലെ നന്മയെയും സ്നേഹത്തെയും സന്തോഷത്തെയും എല്ലാവർക്കും പങ്കുവച്ച് നൽകുന്ന ഒരുമയുടെ കൂടാരത്തിൽ നമുക്കും ഒരുക്കാം ഈ ക്രിസ്മസ്. ഇന്നത്തെ ലോകത്തിൽ മറ്റൊരു ക്രിസ്തുവായി തീരുവാൻ നമ്മെ പ്രാപ്തരാക്കട്ടെ. ക്രിസ്മസിൽ നിന്നും ക്രിസ്തുവിലേക്ക്. Heard about this baby boy who comes to earth to bring us joy, and I just want to sing this song to you. It goes like this: the fourth, the fifth, the minor fall, the major lift. With every breath I'm singing hallelujah, hallelujah, യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയവും ജോസഫുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ ഒരു ദിവസം ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ. I know you came to rescue me. This baby boy would grow to be a man and one day die for me and you. My sins would drive the nail in you. That red cross was my cross too. Still every breath you drew
ജോസഫിന്റെ ഭവനം. മറിയം ഗർഭിണിയാണെന്നറിയുന്ന ജോസഫ് അസ്വസ്ഥനാകുന്നു. ദൈവമേ, മറിയം ഗർഭിണിയോ? ഈ ഒരവസ്ഥയിൽ ഞാൻ അവളെ പരസ്യമായി ഉപേക്ഷിച്ചാൽ അവൾ സമൂഹത്തിന്റെ മുമ്പിൽ കല്ലെറിയപ്പെടും. ഒരുപക്ഷെ ഞാൻ അവളെ രഹസ്യമായി ഉപേക്ഷിച്ചാൽ അവൾ അപമാനത്തിൽ നിന്നും രക്ഷപ്പെടുമല്ലോ. ദൈവമേ, എല്ലാം അങ്ങയുടെ ഹിതം. ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവർ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ആ കാലത്തെ ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്ത്യ സീസറിൽ നിന്നും കൽപ്പന പുറപ്പെട്ടു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താന്റെ നഗരങ്ങളിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനാകയാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടി പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അതേസമയം ആ പ്രദേശത്തിലെ വയലുകളിൽ ആടുകളെ രാത്രിയിൽ കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. വരൂ, നമുക്ക് ബേത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മളെ അറിയിച്ച ഈ സംഭവം നമുക്കും കാണാം. ഇതേ സമയം തന്നെ ഹെറോദേസ് രാജാവ് പറഞ്ഞത് കേട്ട് ജ്ഞാനികൾ യാത്ര പുറപ്പെട്ടു.
കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ പുൽക്കുടലിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ബേത്ലഹേമിലെ ഉമഞ്ഞ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ